ഇ.പി. ജയരാജനെതിരെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടപടിയെടുക്കാത്തതിന് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി രണ്ടക്കത്തിലധികം സീറ്റുകളിൽ ജയിക്കുമെന്ന വിലയിരുത്തലാണ്. കാസർഗോഡും വടകരയും കണ്ണൂരും കോഴിക്കോടും ആലത്തൂരും പത്തനംതിട്ടയിലും ആറ്റിങ്ങലിലും ആലപ്പുഴയിലും CPM ജയിക്കുമെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. ഇതിനോടൊപ്പം തൃശൂരിലും മാവേലിക്കരയിലും CPI-യും ജയിക്കുമെന്നാണ് CPM-ന്റെ നിരീക്ഷണം. ഈ സാഹചര്യത്തിൽ ഇടത് കൺവീനറെ മാറ്റുന്നത് ശരിയല്ല എന്നായിരുന്നു നിഗമനം. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം വീണ്ടും ഫയൽ തുറക്കാൻ സാധ്യത ഏറെയാണ്. കൂടുതൽ സീറ്റുകൾ ജയിക്കുന്ന ഇടത് കൺവീനർക്കെതിരായ അച്ചടക്ക നടപടിക്ക് പ്രസക്തിയില്ല എന്നായിരുന്നു CPM ഔദ്യോഗിക പക്ഷത്തിന്റെ നിലപാട്. CPM-ൽ പൊട്ടിത്തെറിയുണ്ടാക്കുന്ന തീരുമാനം തൽക്കാലം വേണ്ട എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും തീരുമാനമെടുത്തത്. ഇത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അംഗീകരിക്കുകയും ചെയ്തു. ഇതോടെ EP വിഷയത്തിൽ പ്രശ്ന പരിഹാരവുമായി. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം ഈ വിഷയം CPM കേന്ദ്ര കമ്മിറ്റി പരിശോധിക്കാനും സാധ്യതയേറെയാണ്. EP ഇനി പാർട്ടിയുടെ കർശന നിരീക്ഷണത്തിലുമാകും. മോശം കൂട്ടുകെട്ടുകളിൽ നിന്നും EP-യെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്. BJP നേതാവുമായി EP ജയരാജൻ കൂടിക്കാഴ്ച നടത്തിയത് ന്യായീകരിക്കാനാകില്ല എന്ന് തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നിലപാട്. ജയരാജൻ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗവും ഇടതു മുന്നണിയുടെ കൺവീനറുമാണ്. ഈ നിലയിലുള്ള പെരുമാറ്റവും നിലപാടുമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത് എന്നും അവാസ്തവങ്ങൾ പ്രചരിപ്പിച്ചവർക്കെതിരെ കേസ് കൊടുക്കുമെന്നും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ജയരാജന് നിർദ്ദേശം നൽകുകയും ചെയ്തു. എന്നാൽ EP-ക്കെതിരെ അച്ചടക്ക നടപടിയൊന്നും CPM കൈക്കൊണ്ടില്ല. അച്ചടക്ക നടപടി ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പിക്കാൻ കൂടിയാണ് EP യോഗത്തിൽ എത്തിയത്. തന്റെ ഭാഗം വിശദീകരിക്കുകയും ചെയ്തു. ഇതോടെ ഉപദേശത്തിലേക്ക് അച്ചടക്ക നടപടി ഒതുങ്ങുകയായിരുന്നു. കണ്ണൂരിലെ രാഷ്ട്രീയത്തിൽ അതുണ്ടാക്കുന്ന പ്രതിഫലനങ്ങൾ തിരിച്ചറിഞ്ഞ് പിണറായിയും EP-യെ കൈവിട്ടില്ല. പാർട്ടിക്ക് വേണ്ടി വെടിയേറ്റ് വീണിട്ടും പതറാതെ മുന്നേറിയ സഖാവിനെ തൽക്കാലം പരസ്യമായി CPM സംസ്ഥാന നേതൃത്വം ഇനി തള്ളിപ്പറയില്ല. വിശ്വാസമില്ലെങ്കിൽ ഇടത് കൺവീനർ സ്ഥാനം ഒഴിയാമെന്ന നിലപാടാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ EP ജയരാജൻ അറിയിച്ചത്. എന്നാൽ കൂട്ടുകെട്ടുകൾ ശ്രദ്ധിച്ചാൽ മതി എന്നതായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ച നിലപാട്. ഇതിനപ്പുറം ഒരു വിമർശനത്തിന് മറ്റ് സെക്രട്ടേറിയറ്റ് അംഗങ്ങളും മുതിർന്നില്ല. ഇതോടെ രാജിവെക്കാമെന്ന ജയരാജന്റെ നിർദ്ദേശം തള്ളുകയും ചെയ്തു. ജയരാജനെതിരെ സംഘടനാ നടപടി എടുക്കാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന് കഴിയുകയുമില്ല. കേന്ദ്ര കമ്മിറ്റി അംഗമായ ജയരാജനെതിരെ നടപടി സ്വീകരിക്കാൻ ആ ഘടകത്തിനെ സാധിക്കൂ. അവിടെ ഈ വിഷയം ആരെങ്കിലും ഉയർത്തിയാൽ അവിടെയും CPM സംസ്ഥാന നേതൃത്വം EP-യെ തന്നെ പിന്തുണയ്ക്കും. EP ജയരാജനെ പ്രകോപിപ്പിക്കാതെ കൂടെ നിർത്താനുള്ള ചർച്ചകളാണ് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടായത്. മുഖ്യമന്ത്രിയുടെ പരസ്യശാസന തന്നെ EP-ക്കുള്ള വലിയ നടപടിയായി CPM വിലയിരുത്തുന്നു. ഈ സാഹചര്യത്തിലാണ് ഇടത് കൺവീനർ പദവി EP-യിൽ നിന്നും എടുത്തു മാറ്റാത്തത്. കണ്ണൂരിൽ EP-യുടെ വീഴ്ചയ്ക്കായി കാത്തിരിക്കുന്ന വലിയൊരു വിഭാഗം തന്നെയുണ്ട്. അവരോട് പിണറായിക്കും താല്പര്യമില്ല. ഇതെല്ലാം EP-യുടെ തെറ്റിനുള്ള ശിക്ഷ ഉപദേശ ശാസനയിൽ ഒതുക്കാനും കാരണമായി മാറി. ആലപ്പുഴ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ EP ജയരാജനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ കള്ളമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ EP ജയരാജന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും കമ്മ്യൂണിസ്റ്റ് വിരോധമാണ് ആരോപണങ്ങൾക്ക് പിന്നിലെന്നും MV ഗോവിന്ദൻ തിരുവനന്തപുരത്ത് ചേർന്ന വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഫലത്തിൽ EP-ക്ക് ഇത് വലിയ ആശ്വാസം തന്നെയാണ്. LDF കൺവീനർ സ്ഥാനത്ത് EP ജയരാജൻ തുടരും. നിയമപരമായ തുടർ നടപടിക്ക് പാർട്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രനെ ഡൽഹിയിലും തൃശൂരും കണ്ടെന്ന വാദം തെറ്റാണ്. രാഷ്ട്രീയ എതിരാളികളെ കണ്ടാൽ പ്രത്യാശാസ്ത്രം തകരുമെന്നത് പൈങ്കിളി സങ്കല്പമാണ് എന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു.